നടപടിക്രമങ്ങളിൽ സാധാരണ നിലയിൽ നമ്മൾ പറയുന്നത് പോലെ ഇന്നത്തെയും തെരച്ചിൽ 2 മേഖലകളിലായി 7 സ്ഥലങ്ങളിൽ നല്ലതുപോലെ നടന്നു. എന്നാൽ മഴ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ ലഭ്യമായ അറിവനുസരിച്ച് കുമ്പളപ്പാറയിൽ മലപ്പുറം മേഖലയിൽ 3 ബോഡി പാർട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വാർത്ത. അതിൽ 2 ബോഡി പാർട്ടുകൾ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഒരു ബോഡി പാർട്ട് കൂടി എത്തിച്ചേരും എന്നാണ് തെരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് നിന്ന് ലഭ്യമായത്. അപ്പോൾ 3 കൂടി ഇന്ന് 7 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് കയറ്റും. ഇൻക്വസ്റ്റ് നടന്നു വരികയാണ് 3 ബോഡി പാർട്ടുകളുടെ. അത് കൂട്ടാതെയാണ് ഇന്നത്തെ ഡെത്ത് ഡീറ്റെയിൽസ്. ഇന്നലത്തേതിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടാകില്ല. അതിൻ്റെ കാരണം ഇന്നത്തെ 3 ബോഡി പാർട്ട് ഔപചാരികമായി മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എന്ന വിധത്തിൽ ധാരണയുണ്ടായി. അത് പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് സ്ഥിരീകരിച്ച് എണ്ണമായി കൊടുക്കാൻ പറ്റൂ. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രയാസം. അപ്പോൾ ആ 3 പാർട്ട് പക്ഷെ കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് നമുക്ക് വയനാട് മേഖലയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഒരു ബോഡി പാർട്ട് മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗമല്ല, അതൊരു ആനിമൽ ബോണാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആ വിധത്തിലുള്ള ഒരു അന്വേഷണം കൂടി ക്ലിയറായി പോസ്റ്റ്മോർട്ടം നടന്നാൽ മാത്രമേ ഇത് എണ്ണം തികച്ച് നമുക്ക് പറയാൻ സാധ്യമാവുകയുള്ളൂ. നിലവിലുള്ള ഡെത്ത് കേസുകൾ 231 ബോഡി പാർട്ട് 206, 2 കൂടി കൂട്ടിയാൽ 437. നമുക്ക് ചൂരൽമലയിലെ ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്യാമ്പുകളുടെ എണ്ണം വീണ്ടും 2 കൂടി കുറഞ്ഞിട്ടുണ്ട്. 17 നമ്മൾ ആരംഭിച്ചിരുന്നത്. അത് ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ 14 കുറഞ്ഞിരുന്നു. ഇന്ന് 2 കൂടി ക്യാമ്പുകൾ കുറഞ്ഞ് 12 ആയിട്ടുണ്ട്. അതായത് കൊട്ടനാട് സ്കൂളിലെ ക്യാമ്പ് RCLPS ചുണ്ടയിലേക്ക് മാറ്റുകയുണ്ടായി. ആളുകളുടെ എണ്ണം കുറഞ്ഞതും 2 ക്യാമ്പുകളായി നടത്തേണ്ടതില്ല എന്നുള്ളതും കൊണ്ട് GHS റിപ്പണിൻ്റെ റൈറ്റ് വിങ്, അത് അതിഥി തൊഴിലാളികളാണ്. അവരുടെ അവരെല്ലാവരും അതിഥി തൊഴിലാളികളായ എല്ലാവരും മാറി താമസിച്ചു എന്നുള്ളത് കൊണ്ട് അവരുടെ നാട്ടിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് ആ ക്യാമ്പും അവസാനിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ കണക്ക് 12 ക്യാമ്പുകളിലായി 527 കുടുംബങ്ങൾ, 571 പുരുഷന്മാരും 566 സ്ത്രീകളും 368 കുട്ടികളും 2 ഗർഭിണികളായ സ്ത്രീകളും ഉൾപ്പെടെ 1505 ഇപ്പോൾ ക്യാമ്പുകളിലുള്ള യഥാർത്ഥത്തിലുള്ള സംഖ്യ എന്ന് പറയുന്നത്. നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഇന്ന് പറയേണ്ടത് ഉള്ള ഒരു വിവരം, നമ്മളിപ്പോൾ ഇതിനകം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 437 ശരീരവും ശരീരഭാഗങ്ങളുമാണ് ലഭ്യമായിട്ടുള്ളത്. അതിൽ DNA ടെസ്റ്റിന് അയച്ചിട്ടുള്ളത് 415 എണ്ണമാണ്. മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 415. ആ 415-ൽ 401 ശരീരവും ശരീരഭാഗങ്ങളും ഉൾപ്പെടെയുള്ളവയുടെ, ഞാൻ ഇനി പറയുന്ന കണക്കൊക്കെ പൂർണ്ണമായ മൃതശരീരം മാത്രമല്ല, മൃതശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവയവങ്ങളും കൂട്ടിയാണ്. 401 ഭാഗങ്ങളുടെ പരിശോധന പൂർത്തിയായി. ആ പൂർത്തിയായ 401-ൽ 52 ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ഡീകമ്പോസ്ഡ് ആണ്. അങ്ങനെ പറഞ്ഞാൽ DNA ടെസ്റ്റിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നം, മസിലോ അല്ലെങ്കിൽ ബോണോ കൃത്യമായി ലഭ്യമല്ലാത്ത കേസുകളിൽ DNA ടെസ്റ്റ് ഇവിടെ നടക്കുന്ന ഈ പരിശോധനയിൽ പൂർണ്ണമായി നമുക്ക് ബോധ്യപ്പെടാനാകില്ല.